കത്തിപ്പെണ്ണ് അത് കേട്ട് നെഞ്ചു പിടഞ്ഞ് കാലിലെ കൊലുസെല്ലാം മൂറിയെറിഞ്ഞ് ആയിരം നൊമ്പരം മാറിലൊതുക്കിക്കൊണ്ടാഴിയിലേക്ക് അവൾ പാഞ്ഞു. അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു. മിണ്ടാതെ പാഞ്ഞു. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഓ മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th. ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. മഴ പെയ്താ തുള്ളുന്ന പെണ്ണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മോനെ. താങ്ക് യു സർ. ഓവർ ടു സുദീപ് ആൻഡ് മൃദുല. കിഷോർജി പറഞ്ഞ പോലെ തന്നെ ഒരാഗ്രഹം, ശരിക്കും ഒരു ഹഗ്. മോനെ ഉഗ്രനായിട്ട് പാടി. ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട് വളരെ അപൂർവമായിട്ട് ആരെങ്കിലും പാടി കേട്ടിട്ടുള്ളൂ. കാര്യം അത് എളുപ്പമല്ല പാട്ട് പാടാൻ. താങ്ക് യു സർ. മോൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ഇതുപോലെ റിയാലിറ്റി ഷോ പ്ലാറ്റ്ഫോംസിൽ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സർ. ടെലിവിഷനിൽ ഫസ്റ്റ് ടൈം ആണ്? യെസ് സർ. ഓ, ഞെട്ടിച്ചു. താങ്ക് യു സർ. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടും. ഇങ്ങനെ ഒരു ടാലന്റ്. ടോപ്പ് സിംഗറിൽ ട്രൈ ചെയ്തില്ലേ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് കിട്ടിയില്ല. കിട്ടിയില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ പാടാൻ പറ്റില്ല. കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടോ? ആ. ടോപ്പ് സിംഗറിൽ കിട്ടിയില്ലെങ്കിൽ എന്ത്, ഇത് ഐമ വോയിസിന്റെ ഈ വേദിയിൽ മോന്റെ ഈ പെർഫോമൻസ് ലോകം കാണുമ്പോൾ മോന സങ്കടം മാറും. മാത്രമല്ല ഇതൊരു വലിയ തുടക്കമാണ്. ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായിട്ട് വിവാൻ തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. എല്ലാ ആശംസകളും. പാട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിനകത്ത് മോൻ ഒരു സ്ഥലത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ആ പാട്ടിലേക്ക് മുഴുകി പാടിയിട്ട് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ വന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർ പറയില്ലേ കണ്ണ് കിട്ടാതിരിക്കാൻ വന്നതായിരിക്കാം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. എങ്കിലും മോൻ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഭവിച്ചു പോകും. പക്ഷെ പല സ്ഥലങ്ങളിലുള്ള പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് പറയാൻ പറ്റില്ല, വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്ര മനോഹരമായിട്ട് പാടി. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. ഉഗ്രൻ പെർഫോമൻസ്. എനിക്ക് ഇതിന്റെ കമന്റ് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നില്ല. സുദീപനെ ഒറ്റയ്ക്കാക്കരുത്, നിങ്ങൾ ഒന്നിച്ചു വരൂ. യു ആർ എ ബ്രില്യൻ സിംഗർ. വളരെ വളരെ ടാലന്റഡ് ആണ് കേട്ടോ. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി ഇങ്ങനെ പാടും ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ അത്രയും ഒരു സൂതിങ് ആയിട്ടുള്ളൊരു പാട്ടാണെങ്കിൽ അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ബഹുലമായിട്ടുള്ളൊരു പാട്ടാണത്. അപ്പോൾ അത് ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സസ്റ്റെയിൻ നോട്ട്സ് ഒക്കെ എന്തൊരു പെർഫെക്ഷൻ ആയിരുന്നു. ആ എൻഡിങ് ഒക്കെ അത് ആര് പഠിപ്പിച്ചു തന്നാ അങ്ങനെ പാടാനായിട്ട്? ഒറ്റയ്ക്ക് തന്നെ ആ മാഷിന് വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കാതെ വയ്യ. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്. വിജേഷ് ഗോപാൽ സർ. ഓ, നമ്മളെ വിജേഷ് ഏട്ടനാണ്. വിജേഷ് ഗോപാൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. എൻ്റെ ഒരു ബ്രദറാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചാണ് ദേവരാജൻ മാസ്റ്ററുടെ കളരിയിൽ സംഗീതം പഠിച്ചത്. വിജേഷിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അതുപോലെയാണ്, പെർഫെക്ഷനിസ്റ്റ് ആണ്. വലിയൊരു ഗുരു പരമ്പരയിൽ നിന്ന് കിട്ടിയതുപോലെയാണ് സംഗീതം കിട്ടിയിരിക്കുന്നത്. ഞാൻ വിജേഷ് ഏട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അതുപോലെ മോനത് പാടാനും പറ്റണല്ലോ, പഠിപ്പിച്ചാൽ മാത്രം പോലോ, മോന്റെ തൊണ്ടയ്ക്കൂടെ അത് വരണല്ലോ. ഗുരുവിന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, പാടണമെങ്കിൽ മോൻ തന്നെ പാടണല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയി പോയി. അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ലോങ് വേ ടു ഗോ. രണ്ട് പാട്ടുകാർ നമുക്ക് സ്റ്റേജിൽ മോന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മോന് നൽകാനുള്ള മെഡല് ഇവര് രണ്ടുപേരും കൂടെ തരുന്നതായിരിക്കും. ഞാനും ഒന്ന് കൈ അതിൽ പിടിക്കും. ബുദ്ധിമുട്ടല്ലോ. പിന്നെ നമ്മള് പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലോ, നമ്മളങ്ങ് എടുത്തു. ഈ ആവേശത്തിനിടയിൽ ആ കാര്യം പറയാൻ വിട്ടുപോയി.
മോൻ ഇനി എന്താ പറയാനുള്ളത്? താങ്ക് യു. ഒറ്റ വാക്കോ? ഇച്ചിരി വിശിക്കനാന്ന് തോന്നുന്നല്ലേ? താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ലാവിഷ്. താങ്ക് യു സർ.